പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മൾ പലരും കേട്ടിട്ടുണ്ടാകും. നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ, നമ്മൾ ഭയങ്കര സ്ട്രെസ്സിലിങ്ങനെ ഇരിക്കുമ്പോൾ, നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസിൽ ചെന്ന് കുറേ നേരം ഇരിക്കുക. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു യാത്ര ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന നല്ലൊരു മൂവി കാണുക. അതൊക്കെ നമ്മുടെ സ്ട്രെസ്സ് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല വഴികളെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ എല്ലാവരും കേൾക്കും. പക്ഷേ എൻ്റെ അനുഭവമാണെങ്കിൽ എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിട്ടിരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ നല്ല മുഹൂർത്തങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാൻ ആഗ്രഹിക്കാത്ത ഒരു യാത്ര, ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു മൂവി എന്നെ അവിടേക്കൊക്കെ ഇങ്ങനെ ആകർഷിച്ചു കൊണ്ടിരിക്കും. ഒരിക്കലും ഒരു നല്ല മുഹൂർത്തം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ആ പ്ലേസിലേക്ക് ഞാൻ പോകില്ല. അത്രയ്ക്ക് എനിക്ക് നെഗറ്റീവ് എനർജി തരുന്ന, ഞാൻ വെറുത്തുപോയ ഒരിടമായിരിക്കും അത്. പക്ഷേ ഈ സ്ട്രെസ്സിലിരിക്കുമ്പോൾ എന്നെ സ്വയം ആകർഷിച്ചു കൊണ്ടിരിക്കും. എനിക്ക് അങ്ങോട്ട് തന്നെ പോകണം, അങ്ങോട്ട് പോകണമെന്ന്. അങ്ങനെ കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുമ്പ് വളരെയധികം തകർന്നടിഞ്ഞ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ എനിക്ക് ആ പ്ലേസിലേക്ക് ഇങ്ങനെ പോകണമെന്ന് എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് എന്നെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി കുറേ നേരം ഒരുപാട് സമയം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു. ആലോചിച്ച് എൻ്റെ ദുഃഖങ്ങളൊക്കെ കൂടി വന്നു. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും പോസിറ്റീവ്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു നല്ല ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക് ഒരു യാത്ര ചെയ്യുക. ഇഷ്ടമുള്ള സ്ഥലത്ത് കുറേ നേരം ചെന്നിരിക്കുക. ഇഷ്ടമുള്ള നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു മൂവി കാണുക. ഇതൊക്കെ നിങ്ങളുടെ സ്ട്രെസ്സ് റിലീവ് ചെയ്യാം. ഒരിക്കലും എന്നെപ്പോലെ സ്ട്രെസ്സിലിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സ്ട്രെസ്സ് തരും, നമ്മൾ ഒരിക്കലും പോകാൻ ഇഷ്ടപ്പെടാത്ത, അതായത് നല്ല മുഹൂർത്തങ്ങൾക്ക് വേണ്ടി ഒരിക്കലും പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരു പ്ലേസിലേക്ക് നിങ്ങൾ പോകരുത്. പകരം പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് പോവുക, യാത്ര ചെയ്യുക, നല്ല മൂവി കാണുക. ഇതായിരിക്കണം കേട്ടോ. ബൈ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.